ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് റോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പ് 20 ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ് ഇന്ത്യൻ മേക്സ് ഇൻ ദ 20s and 30s. അതായത് 20 ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ അവരുടെ 20-ാം വയസ്സ് മുതൽ 40-ാം വയസ്സ് വരെ ചെയ്യുന്ന പല തെറ്റുകളും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ഏജ് കാറ്റഗറീൻ്റെ ഉള്ളിലുള്ള ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നല്ല രീതിക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. റിട്ടയർമെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് നല്ല കോർപ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലരും മനസ്സിലാക്കാതെ പോകുന്നതാണ്. ഒരു ജോലിയിൽ പ്രവേശിച്ച ആളോ അല്ലെങ്കിൽ കരിയറിൽ നന്നായിട്ട് മെച്ചപ്പെടുന്ന ആളോ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ഈ രീതിക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ. ഓക്കെ, വൈ യു മസ്റ്റ് വാച്ച് ടിൽ ദ എൻഡ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ റൂയിൻ ദർ 30s ബിക്കോസ് ഓഫ് മിസ്റ്റേക്സ് മെയ്ഡ് ഇൻ ദർ 20s. അവരുടെ 30കളായാലും അല്ലെങ്കിൽ അവർ ചിലപ്പോൾ 40-50 വയസ്സായിട്ടുണ്ടെങ്കിലും പല രീതിക്കുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടാവും. ഓൾറെഡി നല്ല രീതിക്ക് ജോലി ചെയ്ത് നല്ല രീതിയിൽ ശമ്പളം വാങ്ങിയ ആൾ പോലും സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ദിസ് വീഡിയോ ക്യാൻ ഹെൽപ്പ് യു അവോയ്ഡ് ദോസ് ട്രാപ്സ് ഈവൺ ഇഫ് നോ വൺ ടോട്ട് യു അബൌട്ട് മണി ബിഫോർ. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ആരും പണത്തിനെ പറ്റിയിട്ട് ഒരു കാര്യവും പഠിപ്പിച്ച് തന്നിട്ടില്ല എങ്കിൽ കൂടി ഈ വീഡിയോ നിങ്ങളുടെ ആ സംശയവും കാര്യങ്ങളും ഒക്കെ തീർത്ത് തരുന്നതായിരിക്കും. വാട്ട് യു വിൽ ലേൺ, എന്താണ് നിങ്ങൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. റിയൽ ഫൈനാൻഷ്യൽ ട്രാപ്സ് മോസ്റ്റ് ഇന്ത്യൻ വാക്കിംഗ് ടു. ഒരുപാട് ഇന്ത്യക്കാർ ഫൈനാൻഷ്യലി ചെയ്യുന്ന മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ട്രാപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വൈ സ്കൂൾ നെവർ പ്രിപ്പയർഡ് അസ് ഫോർ ദിസ്. അതായത് സ്കൂളുകളിൽ പലപ്പോഴും സ്കൂളുകളിലായാലും കോളേജുകളിലായാലും പറയാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഹൗ ഫിക്സിങ് ദിസ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. ടോപ്പ് 20 മിസ്റ്റേക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഒന്നാമത്തത് ലിവിങ് വിത്തൗട്ട് എ ബഡ്ജറ്റ്. അതൊരു കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും പലർക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കുക. യു ഏൺ ആൻഡ് സ്പെൻഡ് ബ്ലൈൻഡ്ലി വിത്തൗട്ട് എ പ്ലാൻ. ഈവൻ 1 lakh സാലറി ക്യാൻ ഡിസപ്പിയർ. അത് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഇല്ല എങ്കിൽ നിങ്ങൾ മാസാമാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾ ബ്രോക്കായി പോകും, അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടിപ്പോകും. കാരണം നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപ സമ്പാദിച്ചിട്ട് ഓരോ മാസവും നിങ്ങൾ 80,000 രൂപ ചിലവഴിക്കുകയാണെങ്കിൽ ബാക്കി 20,000 രൂപയേ ഉള്ളൂ. അതും നിങ്ങൾ എങ്ങനെയെങ്കിലും ചിലവാക്കി തീർക്കാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ എത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നിങ്ങളുടെ ആവശ്യങ്ങൾ, എത്ര നിങ്ങളുടെ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കണം, എത്ര നിങ്ങൾ വാണ്ട്സിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മളുടെ ചാനലിൽ നിങ്ങൾ അത് ഇല്ല എങ്കിൽ, നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ബഡ്ജറ്റിനെ പറ്റിയിട്ട് മറ്റ് പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തത് തിങ്കിങ് സേവിങ് ഈസ് ഈക്വൽ ടു ഫൈനാൻഷ്യൽ പ്ലാനിങ്. അതായത് വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ പൈസ സേവ് ചെയ്യുകയാണ്. അത് ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ് അല്ലേ. 30-നും 40-നും 50-നും ഇടയിൽ അല്ലെങ്കിൽ 60-നും വയസ്സിലുള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ്. ഒരുപാട് പൈസ കൊണ്ടുപോയിട്ട് അവർ FD ആയിട്ട് ഇടുന്നത്. ഈ FD ഇട്ടാലുള്ള പ്രോബ്ലം ഒരുപാട് ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് FDക്ക് പറ്റുന്നില്ല. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം 1-2% ഓക്കെ 1-2% ഇയർലി ലാഭം കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേങ്കിൽ FD ഇടുന്നതിനേക്കാളും എത്രത്തോളം നല്ലതാണ് അല്ലെ, അതിനേക്കാളും മികച്ചതാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്, നല്ല രീതിക്കുള്ള മ്യൂച്വൽ ഫണ്ടിൽ ദീർഘകാലത്തിലേക്ക് നിക്ഷേപിക്കുന്നത്. ജസ്റ്റ് സേവിങ് ഇൻ എ ബാങ്ക് അക്കൗണ്ട് വോണ്ട് മേക്ക് യു വെൽത്തി. ഇൻവെസ്റ്റിംഗ് ഈസ് ദ റിയൽ എഞ്ചിൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തത് ഡിലേയിങ് ഇൻവെസ്റ്റ്മെന്റ്സ് വെയിറ്റിംഗ് ഫോർ ബിഗ് സാലറി. ഒരുപാട് ആളുകളുടെ ഒരു ചിന്താഗതിയാണ് അല്ലെ, പ്രത്യേകിച്ചും 20-25 വയസ്സിലൊക്കെ ജോലി കയറിയിട്ട് ഒരു 28-29 വയസ്സൊക്കെ ആയിട്ട് പോലും പലരും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം എന്താണ്, അവരുടെ ശമ്പളം കുറവാണ്. ശമ്പളം കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ശമ്പളം ഒരു മാസം ഒരു 55,000-നൊക്കെ മുകളിലെത്തട്ടെ, അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ചിന്താഗതിക്കാരാണ് പലരും. അപ്പോൾ ഇവർ തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്, കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്
നടക്കണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം നേരത്തെ തുടങ്ങുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം നേരത്തെ തുടങ്ങി നിങ്ങൾ ആ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ സാലറി, നിങ്ങൾ ജോലിയിൽ കയറിയ പാട് തന്നെ നിങ്ങളുടെ സാലറിയുടെ ഒരു 40% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി കൂടുമ്പം ആ 40% എന്ന് പറയുന്നത് ടോട്ടൽ സമ്മിൻ്റെ ഒരു ഹൈ എമൗണ്ട് ഓഫ് നമ്പറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈവൻ 500 ആണെങ്കിൽ പോലും നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തത്, ബ്ലൈൻഡ്ലി ടേക്കിംഗ് അഡ്വൈസ് ഫ്രം ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങളുടെ ഫ്രണ്ട്, പലരും ഫൈനാൻഷ്യൽ ഫീൽഡിൽ അധികം എക്സ്പേർട്ട് അല്ലാത്ത പല ഫ്രണ്ടിൻ്റെ അടുക്ക നിങ്ങൾ റെക്കമെൻഡേഷൻ കിട്ടിയിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത് അവർ അതിൽ എക്സ്പേർട്ട് ആണോ, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപിക്കാം. അപ്പോൾ പലരും പ്രായമായിട്ടുള്ളവർ പറയുന്നുണ്ട്, മോനെ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫ് ഡി ഇടൂ, അല്ലെങ്കിൽ നല്ല ബാങ്കിൽ പോയിട്ട് FD ഇടൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അവരുടെ കാലഘട്ടത്തിൽ അതായിരിക്കാം അവർക്ക് ശരിയായിട്ട് തോന്നിയത് എന്ന് വെച്ചിട്ട് അത് നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലായാലും നോക്കിയിട്ട് നിങ്ങൾ ഇൻഫ്ലേഷനെ കൃത്യമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ FDയിൽ പൈസ നിക്ഷേപിക്കുക. ഓക്കെ, അപ്പോൾ അവർ ജസ്റ്റ് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ബിക്കോസ് സമ്മൺ ഈസ് ഓൾഡർ ഡസൻ മീൻ ദേ ആർ ഫൈനാൻഷ്യലി വൈസ്. നിങ്ങളെക്കാളും പ്രായം കൂടിയവരാണ് അവർ എന്നുള്ള അവർ എങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അവർ കൂടുതലായിട്ടും ഫൈനാൻഷ്യലി നോളജ് ഉള്ള ആള് എന്ന അർത്ഥം അവിടെ വരുന്നില്ല. നിങ്ങളെക്കാളും പ്രായം കൂടിയ ആൾക്ക് നിങ്ങളെക്കാളും കൂടുതൽ ഫൈനാൻഷ്യൽ നോളജ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് നോളജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കേണ്ടതാണ്. അഞ്ചാമത്തത്, ഇഗ്നോറിങ് എമർജൻസി ഫണ്ട്സ്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ഒരു പണിക്കും പോയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യം നടത്താനും നിങ്ങളുടെ കുടുംബം പുലർത്താനുമുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലിക്വിഡ് ഫണ്ടായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് കൃത്യമായിട്ട് ഒരു എമർജൻസി ഫണ്ട് വർക്ക് ആവുന്നത്. മെഡിക്കൽ ബിൽ, അത് ചിലപ്പോൾ നിങ്ങൾ ഈ 6 മാസ കാലയളവിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു മെഡിക്കൽ ബില്ല് വന്നിട്ട് എന്ത് കവർ ചെയ്യാൻ പറ്റണം. ഒരു ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റണം. എക്സാമ്പിൾ, ആ കൊറോണയുടെ പീരീഡിലൊക്കെ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കുടുംബത്തിൽ ഒരാൾക്ക് ആക്സിഡൻറ്റ് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി കവർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ എമർജൻസി ഫണ്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ എമർജൻസി ഫണ്ടും പലരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ആറാമത്തത്, ഓവർ യൂസിങ് ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബൈ നൗ പേ ലേറ്റർ ആണ് എന്ന് കമ്പനി പറയുന്നതെങ്കിൽ കൂടി ബൈ നൗ ക്രൈ ലേറ്റർ ആണ് അധികവും ആളുകൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്നത്. അല്ലെ, അവർ ക്രെഡിറ്റിന് ഒരു സംഭവം പർച്ചേസ് ചെയ്യും, അവർ കൃത്യമായിട്ട് തിരിച്ചടക്കാൻ പറ്റാതെയാവും. അല്ലെ, ബുദ്ധിപരമായിട്ട് ക്രെഡിറ്റ് എടുക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ തിരിച്ചടക്കാൻ പറ്റാതെയാവും, അവരുടെ സിബിൽ സ്കോർ കുറയും, പിന്നീട് ഫ്യൂച്ചറിൽ അവർക്ക് ക്രെഡിറ്റ് കിട്ടാതെയാകും. അല്ലെ, ലോൺ കിട്ടാതെയാവും, ബാങ്ക് പിന്നെ ലോൺ കൊടുക്കാതെയാവും, കാരണം അവരുടെ സിബിൽ സ്കോർ ശക്തമായിട്ട് കുറയുന്നതായിരിക്കും. അല്ലേ, ഓവർ സ്പെൻഡിങ് വിത്ത് EMI ട്രാപ്സ് യുവർ ഫ്യൂച്ചർ. അതായത് ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും അല്ലെങ്കിൽ മറ്റ് പല കൊമേഴ്ഷ്യൽ ആപ്സിലായാലും നിങ്ങൾ സാധനം കയറി വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയാൽ പോലും നിങ്ങൾ വലിയൊരു എമൗണ്ട്, അതായത് 1 ലക്ഷം രൂപയുടെ ഒരു ഐഫോണൊക്കെ നിങ്ങൾക്ക് മന്ത്ലി 8,000 ഒക്കെ കൊടുത്തെടുക്കാമെന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക ട്രാപ്പ് ചെയ്യും. അവർ കമ്പനിക്കാർ ട്രാപ്പ് ചെയ്യും. അതായത് മന്ത്ലി EMI നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള EMI തരുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഒരു ദിവസത്തെ അടവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ചാർജാണ് വരുന്നതെന്ന് അവർ കൃത്യമായിട്ട് അവിടെ പറയില്ല. അത് നിങ്ങൾ ഡീപ്പ് ഡൈവ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഏഴാമത്തത്, ടേക്കിംഗ് ലോൺസ് ഫോർ ലൈഫ് സ്റ്റൈൽ നോട്ട് അസറ്റ്സ്. അതായത് ആസ്തികൾ വാങ്ങാനല്ലാതെ നിങ്ങൾ ലോൺ എടുക്കും. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ലക്ഷൂരിയസ് ഗുഡ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോൺ എടുക്കും. അത് മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അസറ്റ്സ് വാങ്ങിക്കാനാണ് ലോൺ എടുക്കുന്നതെങ്കിൽ വളരെ നല്ല കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഈ അസറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷനാണ് അവിടെ എടുത്തത് എന്ന് എനിക്ക് ശക്തമായിട്ടും പറയാൻ പറ്റും. ബൈങ് ഐഫോൺസ് അല്ലെങ്കിൽ ബൈങ് ഫോൺസ്, ഫർണിച്ചർ ഓർ ട്രാവൽ ഓൺ EMI കീപ്സ് യു പുവർ. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഈ വാങ്ങുന്ന ഈ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ലെവറേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫോണും ഒരു അസറ്റാണ്. ഓക്കെ, ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് പർപ്പസിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ഓക്കെ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ട്രാവൽ വ്ലോഗ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് എങ്കിൽ അതും ഒരു അസറ്റാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവാണ് ഈ സാധനം അസറ്റ് ആക്കണോ ലയബിലിറ്റി ആക്കണോ എന്നുള്ള കാര്യം. ഇനി എട്ടാമത്തത്, ഫാളിംഗ് ഫോർ ഗ്യാരണ്ടീഡ് ഇൻഷുറൻസ് പ്ലാൻസ്.
പലപ്പോഴും ആളുകൾ കരുതിയിരിക്കുന്നത് LIC എടുക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഭൂരിഭാഗം LIC ഏജൻസും സെല്ല് ചെയ്യുന്നത് അവർക്ക് കൂടുതലായിട്ട് കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണോ അതാണ് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളെ ബാധിക്കുന്ന ആ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുന്ന നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആ കാര്യം ചിലപ്പം ആ LIC ഏജന്റിന് പ്രോഫിറ്റ് ആയിരിക്കാം. അതുകൊണ്ടാണ് അവർ അത്രയും സ്ട്രെസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ഈ LIC പ്രൊഡക്റ്റ് വാങ്ങൂ എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ച ശേഷം, ഒരുപാട് ആളുകളോട് സംസാരിച്ച ശേഷം, അല്ലെ, ഇനി വെബ്സൈറ്റിൽ ചോദിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇനി ChatGPT ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനലി ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി 9ാമത്തത് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. കോമ്പൗണ്ടിങ് ഈസ് ദ 8th വണ്ടർ ബട്ട് മോസ്റ്റ് വേസ്റ്റ് ഇൻ ദ പ്രൈം ഇയേഴ്സ്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ജോലിയിൽ കയറിയവർ പോലും പലരും ഇൻവെസ്റ്റ് ചെയ്യാതെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടിങ്ങിനെ അവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 10ാമത്തത് ഇഗ്നോറിംഗ് ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഒരുപാട് ശമ്പളം, നിങ്ങൾ മന്ത്ലി 1 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരുപാട് ആളുകളും അത് വാങ്ങിക്കുന്നില്ല, ഒരു 50,000 മന്ത്ലി ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ കൂടി, ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫാമിലിക്ക് ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയ 2 വർഷത്തെ ശമ്പളം പോലും നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ ഒറ്റയടിക്ക് എടുത്ത് ഹോസ്പിറ്റലിനും ബില്ല് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻസ്റ്റെഡ് നിങ്ങളൊരു കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ബേർഡനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. വൺ ഹോസ്പിറ്റൽ വിസിറ്റ് ക്യാൻ ഡിസ്ട്രോയ് യുവർ സേവിങ്സ്, ഗെറ്റ് കവറേജ് ഏർലി ആൻഡ് ചീപ്പ്. ഇനി 11ാമത്തത് ഓവർ കോൺഫിഡൻസ് ഇൻ ട്രേഡിംഗ് ആൻഡ് ക്രിപ്റ്റോ. ഒരുപാട് ആളുകൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായാലും ട്രേഡിങ്ങും ക്രിപ്റ്റോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി, നല്ല കാറ് വാങ്ങി, നല്ല വീട് വാങ്ങി, അല്ലെങ്കിൽ നല്ല ബംഗ്ലാവ് വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്ക് സ്റ്റഡി കൃത്യമായിട്ട് നടത്തണം. അവരെത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ അവരുടെ സ്കില്ലിൽ അവർ എക്സ്പേർട്ട് ആണോ, അല്ലെങ്കിൽ മറ്റ് പല ട്രേഡിംഗ് കോഴ്സും മറ്റു കാര്യങ്ങളും വിറ്റിട്ടാണോ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെ, ഒരു ട്രേഡിങ്ങിന് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ട്രേഡിംഗ് ഒരു ഡാർക്ക് സൈഡ്. ഓക്കെ, അതിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. ഗെറ്റ് റിച്ച് ക്വിക്ക് മൈൻഡ് സെറ്റ് ലീഡ്സ് ടു ലോസസ്, യു ആർ നോട്ട് ഇൻവിൻസിബിൾ. ഓക്കെ, നിങ്ങൾ അജയ്യനൊന്നുമല്ല. ഓക്കെ, പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദീർഘമായിട്ട് ചിന്തിക്കണം. അത് 99% നിങ്ങളെ ട്രാപ്പ് ആക്കാനാണ് പോകുന്നതെന്ന്. ഇനി 12ാമത്തെ നോട്ട് ട്രാക്കിംഗ് എക്സ്പെൻസസ്. യു ഡോണ്ട് നോ വെർ മണി ഗോസ്, സ്മോൾ ലീക്സ് സിങ്ക് ബിഗ് ഷിപ്സ്. അതായത് ചെറിയ കാര്യങ്ങളിൽ, ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളിപ്പം UPI യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കും, ചിലപ്പോൾ ഒരു പഴംപൊരി കഴിക്കും, അല്ലെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കുമ്പം, എല്ലാ ദിവസവും നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പം എത്രത്തോളം പൈസയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യുമ്പം, സൊമാറ്റോ പോലെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സാധനം ഓർഡർ ചെയ്യുമ്പം എത്രത്തോളം പൈസയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക. ചിലപ്പോൾ ചെറിയ പൈസ ആയിരിക്കും, പക്ഷേ നിങ്ങളൊരു മന്ത്ലി ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുക ഈ മന്ത്ലി ഈ 30 ദിവസം നിങ്ങൾ ടോട്ടലി ചിലവഴിച്ചത് അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു വലിയ പെർസെൻറ്റേജ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരു മാസം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പം മനസ്സിലാക്കുക. പലരും ഒരു മാസം കഴിയുമ്പോൾ ഈ ബഡ്ജറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ടില്ല എങ്കിൽ 1, 2, 3, 5, 6, 1 വർഷം കഴിഞ്ഞാൽ പോലും അവർക്ക് തിരിച്ചറിയില്ല എത്രത്തോളം പൈസയാണ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്നുള്ളത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി. ഇനി 13ാമത്തത് സ്പെൻഡിങ് ടു ഇംപ്രസ് അതേഴ്സ്. ഒരു കാരണവശാലും ഓക്കെ മറ്റുള്ളവരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്രത്തോളം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇൻസ്റ്റഗ്രാം ലൈഫ് ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്റ്റ്. ഫ്ലെക്സിംഗ് ഡിസ്ട്രോയ്സ് യുവർ ഫിനാൻസസ്. 14ാമത്തത് നോട്ട് റീഡിങ് ഓർ ലേണിംഗ് അബൌട്ട് മണി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ 20 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 30 കാലഘട്ടങ്ങളിൽ നിങ്ങൾ പണത്തിനെ പറ്റിയിട്ടുള്ള ബുക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുക. സൈക്കോളജി ഓഫ് മണി എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബുക്ക് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. നിങ്ങൾ പൈസയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ഒരു അവബോധം ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുക. എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് റോബർട്ട് ടി കിയോസാക്കി ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. 20s is time to build knowledge, not ignorance.
എത്രത്തോളം നിങ്ങൾക്ക് അറിവ് സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം അറിവ് നിങ്ങൾ സമ്പാദിക്കുക എന്നാണ് പറയുന്നത്. ഇനി 15ാമത്തത് നോട്ട് ഫയലിംഗ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഇൻകം ടാക്സ്. അതായത് നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതിന് പോട്ടെ നിങ്ങൾ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരുപാട് ഡിഡക്ഷൻസ് ചിലപ്പം ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റിയേക്കാം. പലരും ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അല്ലേ. മെനി മിസ് ഡിഡക്ഷൻസ്, ഓവർ പേ ടാക്സസ് ഓർ പാനിക് ലേറ്റർ. ഒരുപാട് ടാക്സ് കൊടുക്കുന്ന പലരും ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫിക്സഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ സം നിങ്ങൾ ഒരു വർഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾ 13 അല്ലെങ്കിൽ 14 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആ 14 ലക്ഷത്തിനും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണാം, അല്ലെങ്കിൽ ടാക്സ് ബഡി പോലെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ എത്രത്തോളം ടാക്സ് അടക്കണമെന്ന് അവർ കൃത്യമായിട്ടും ഒപ്റ്റിമൈസ് ചെയ്ത് പറഞ്ഞു തരും. ചെറിയൊരു ഫീസ് അവർക്ക് കൊടുത്താൽ മതി. ഇനി 16ാമത്തത് കീപ്പിംഗ് ഓൾ മണി ഇൻ സേവിങ്സ് അക്കൗണ്ട്. എല്ലാ പൈസയും കൊണ്ടുപോയിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇടരുത്. കാരണം ഇന്ത്യയിൽ ഭൂരിഭാഗം സേവിങ്സ് അക്കൗണ്ടും കൊടുക്കുന്നത് 4% ആണ് അല്ലേ. 4 അല്ലെങ്കിൽ 4 to 5% ആണ് കൊടുക്കുന്നത് ഒട്ടുമിക്ക നല്ല ബാങ്കുകളും. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എത്രയാണ് ഇന്ത്യയിൽ ഓരോ വർഷവും കിട്ടുന്നത്, അല്ലെങ്കിൽ ഓരോ വർഷവും ഇന്ത്യയിൽ വരുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 6% അടുത്താണ്. അപ്പോൾ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ എല്ലാ സമ്മും കൊണ്ടേ ഇട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് -2% ആണ് റിട്ടേൺ കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഫ്ലേഷൻ സൈലന്റ്ലി ഈറ്റ്സ് യുവർ മണി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗ്രോയിങ്. ഇനി എന്താണ് ബൈയിങ് തിങ്സ്. 17ാമത്തത് ബൈയിങ് തിങ്സ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഓൺ ഡിസ്കൗണ്ട്. അത് ഒരു സാധനം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് ഇനി എടുക്കാൻ പോകുന്ന വളരെ മോശമായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും അത്. അതായത് ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുമ്പം ഒരു സാധനത്തിൻ്റെ പൈസ, എല്ലാ സാധനത്തിൻ്റെ പൈസ വില കുറയുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദിവാലി സെയിൽ വരുമ്പോൾ വില കുറയാം, അല്ലെങ്കിൽ സമ്മർ സെയിൽ വരുമ്പോൾ വില കുറയാം. ഇങ്ങനെ ഡിസ്കൗണ്ട്സ് ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കും, ഒരുപാട് നമ്മളെ ട്രിഗർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ മിക്കവാറും അത് ലയബിലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പൈസ വെറുതെ നഷ്ടപ്പെട്ടു പോവുകയേ ഉള്ളൂ. ഇനി 18ാമത്തത് ഹാവിങ് സീറോ ഫിനാൻഷ്യൽ ഗോൾസ്. വിതൗട്ട് ടാർഗറ്റ്സ് മണി കൺട്രോൾ യു ഇൻസ്റ്റെഡ് ഓഫ് യു കൺട്രോളിങ് മണി. ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്തണം, നിങ്ങൾ എത്ര കോർപ്പസിൽ നിങ്ങൾക്ക് റിട്ടയർ ആവണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മുന്നേ തീരുമാനിച്ചിരിക്കണം. ഇനി അത് ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോർപ്പസ് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ അതേ രീതിക്ക് തന്നെ പ്രവർത്തിച്ചു. കാരണം കൂടുതൽ കിട്ടുന്നത് എന്തുകൊണ്ടും എപ്പോഴും നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് കൃത്യമായിട്ടൊരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഏത് ജോലി തിരഞ്ഞെടുത്താലും ആ ജോലിയിൽ നിന്ന് എത്രത്തോളം പൈസ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ നിന്ന് ഇൻക്രിമെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പൊസിഷൻ കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും നിങ്ങൾ 1% അല്ലെങ്കിൽ 2% എങ്കിലും മെച്ചപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി 19ാമത്തത് ഇഗ്നോറിങ് റിട്ടയർമെന്റ് പ്ലാനിങ് തിങ്കിങ് ഇറ്റ്സ് ടു ഏർലി. അതായത് റിട്ടയർമെന്റ് പ്ലാനിങ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് കോർപ്പസ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 5-6 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് വാസ് യെസ്റ്റർഡേ, ഡിലേ ഈസ് ഈക്വൽ ടു പെയിൻ. അതായത് എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ്. കാരണം നിങ്ങൾ ലേറ്റ് സ്റ്റേജിലാണ് തുടങ്ങുന്നതെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ആരോഗ്യം വീക്കാണ്. നിങ്ങൾ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പോലും വളരെ വലിയൊരു എമൗണ്ട് ആയിരിക്കും. മുമ്പേ ആണെങ്കിലോ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി 20ാമത്തത് നോട്ട് ടോക്കിംഗ് ടു ഫാമിലി അബൌട്ട് മണി. സൈലൻസ് ലീഡ്സ് ടു കൺഫ്യൂഷൻ, ബാഡ് ഡിസിഷൻ ഓർ റിപ്പീറ്റഡ് മിസ്റ്റേക്സ്. ഇപ്പോഴും പല ഫാമിലിയിലും ഇൻസൈഡിൽ ഒരു ഡിന്നർ കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴായാലും മണി ടോക്സ് പലരും ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ പാരൻസ് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ, അല്ലെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. കുട്ടികൾ പൈസയെ പറ്റി സംസാരിക്കുന്നതും മറ്റു പല കാര്യങ്ങളും. ഓക്കെ, ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. കാരണം പലരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ ലോകത്ത് ഏറ്റവും വലുത് പൈസ തന്നെയാണ് അല്ലേ. ഒരു പരിധി വരെ പൈസക്ക് നിങ്ങളുടെ 95% അല്ലെങ്കിൽ 90% നിങ്ങളുടെ പ്രോബ്ലവും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസക്ക് പറ്റുമെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി അടുത്തത്, ഓക്കെ, നമ്മൾ ഓൾറെഡി 20 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൺക്ലൂഷൻ സ്ലൈഡാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ദീസ് മിസ്റ്റേക്സ് ആർ കോമൺ ബട്ട് ഫിക്സബിൾ. ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാകും ഇതൊക്കെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് അല്ലേ എന്ന്. പക്ഷേങ്കിൽ ഈ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് നിങ്ങൾ
ഇപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ് കൂടുതൽ മെച്ചപ്പെടും. ഓക്കെ, നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടാലും ഈ വീഡിയോ അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. സ്റ്റാർട്ട് സ്മോൾ, ലേൺ കണ്ടിന്യൂസ്ലി ആൻഡ് പ്രൊട്ടക്ട് യുവർ ഫ്യൂച്ചർ. പലപ്പോഴും നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓരോ മാസവും ഓരോ കാര്യവും റെക്ടിഫൈ ചെയ്തുകൊണ്ട് എല്ലാ കാര്യവും റെക്ടിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്തായാലും വരും. ആ ഒരു സമയം തൊട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. ഷെയർ ദിസ് വീഡിയോ വിത്ത് സമ്മൺ ഇൻ ദർ 20s or 30s. ഇറ്റ് ക്യാൻ സേവ് ദം ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് എന്ന് അറിയാം. ഓക്കെ, ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, വീഡിയോ കണ്ടതിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.